പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കൊത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം 8000 വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരത്തിന്റെയും ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് സമ്മാനിക്കുന്നത് ചരിത്ര കൗതുകമാണ്. നമുക്കറിയാം, ലോകത്ത് പലയിടത്തും പല സമയങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ലഭിക്കുന്ന പല പുതിയ വിവരങ്ങളും ലോകത്തെ ഞെട്ടിക്കുന്നവയുമാണ്. അത്തരത്തിൽ ഒന്നായിരുന്നു സൗദി അറേബ്യയുടെ തെക്കൻ മേഖലയിൽ നടന്ന അത്ഭുതകരമായ ചരിത്ര കണ്ടെത്തൽ. റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം 8000 വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരം, ഒപ്പം ഒരു ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തൽ പുരാതന നാഗരികതയിലേക്ക് ഒരു നേർക്കാഴ്ച മാത്രമല്ല, അക്കാലത്തെ സാമൂഹികവും മതപരവുമായ ജീവിതം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്നതും കൂടി ഒന്നാവുകയാണ്. ഖനനത്തിനിടെ തുവൈക്ക് പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളും ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത്രേ. അത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ ആരാധനാ പാരമ്പര്യം പിന്തുടർന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള 2807 ശവകുടീരങ്ങളും ഈ പ്രദേശത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അൽഫാവോ ഒരു കാലത്ത് കിൻഡ രാജ്യത്തിന്റെ തലസ്ഥാനമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് കണ്ടെത്തിയ മതപരമായ ലിഖിതങ്ങളും ക്ഷേത്രപ്രതിമകളും ഈ പ്രദേശത്ത് വിഗ്രഹാരാധന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നു. സൗദി അറേബ്യയിലെ ഹെറിറ്റേജ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധരുടെ ഒരു സംഘം വർഷങ്ങളായി ഇവിടെ പുരാവസ്തു പഠനം നടത്തുന്നുണ്ട്. ഈ ചരിത്രപരമായ കണ്ടെത്തലിന് മറ്റൊരു വശം കൂടിയുണ്ട്: പുരാതന ജലസേചന സംവിധാനം. മഴവെള്ളം വയലുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് അക്കാലത്തെ ആളുകൾ കനാലുകളും വാട്ടർ ടാങ്കുകളും നൂറുകണക്കിന് കിടങ്ങുകളും നിർമ്മിച്ചിരിക്കുന്നു എന്ന് പഠനം കണ്ടെത്തി. കഠിനമായ മരുഭൂമി സാഹചര്യങ്ങളിൽ പോലും ജലപരിപാലനത്തിന്റെ നൂതന രീതികൾ ആ ആളുകൾക്ക് പരിചിതമായിരുന്നു എന്നതിന്റെ തെളിവാണിത്. 4000 വർഷം പഴക്കമുള്ള വെങ്കലയുഗ ക്ഷേത്രം കുവൈറ്റിൽ ഫൈലാക്ക ദ്വീപിൽ കണ്ടെത്തിയത് 3-4 വർഷങ്ങൾക്ക് മുൻപാണ്. മോസ്നാഡ് മ്യൂസിയത്തിന്റെ നേതൃത്വത്തിലുള്ള ഡാനിഷ് കുവൈറ്റ് സംയുക്ത ഉത്ഖനന സംഘമാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത്. നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കൊട്ടാരത്തിന്റെയും ദിൽമുൻ ക്ഷേത്രത്തിന്റെയും കിഴക്കാണ് കണ്ടെത്തിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അച്ചുകളും മൺപാത്രങ്ങളും ഉൾപ്പെടെ കണ്ടെത്തി. പുതിയ കണ്ടെത്തൽ നിർണായകമാണ് എന്ന് നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ പുരാവസ്തു മ്യൂസിയം വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ റാസ പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിന് 11x11 മീറ്റർ വലിപ്പമുണ്ട്. കൂടാതെ നിരവധി ബലിപീഠങ്ങൾ ഉണ്ട്. BC 1900 മുതൽ 1800 കാലഘട്ടത്തിലെ ആദ്യകാല ദിൽമുൻ സംസ്കാര കാലഘട്ടത്തിലേതാണ് ഈ പ്രദേശമെന്ന് സംഘം പറയുന്നു. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഫേലാക്ക ദ്വീപിൽ മനുഷ്യവാസം നിലനിന്നിരുന്നു എന്നതിന്റെ പുതിയ തെളിവുകൾ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടെത്തൽ ദിൽമുൻ നാഗരികതയെക്കുറിച്ചുള്ള അറിവ് സമ്പന്നമാക്കുമെന്നും അറേബ്യൻ ഗൾഫിലെ ഫേലാക്ക ദ്വീപിന്റെ സുപ്രധാന സാംസ്കാരിക വാണിജ്യ സാമൂഹിക പങ്കിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നും ഇതിന്റെ പ്രതിനിധികൾ വിശദീകരിക്കുന്നു. 3200-ലധികം വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്ററേനിയനും സമീപ കിഴക്കും അഭിവൃദ്ധി പ്രാപിച്ചതും പരസ്പര ബന്ധിതവുമായ വെങ്കലയുഗ നാഗരികതയുടെ ആവാസ കേന്ദ്രമായിരുന്നു. വിലയേറിയ ലോഹങ്ങളുടെയും ഫിനിഷ്ഡ് ചരക്കുകളുടെ ലാഭകരമായ വ്യാപാരം വഴി ആക്കം കൂട്ടി ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു സംസ്കാരം അത് ഏതാണ്ട് പൂർണ്ണമായ തകർച്ചയ്ക്ക് വിധേയമായി. BC 1177 ശേഷം ഈ വെങ്കലയുഗത്തിന്റെ തകർച്ചയെ അതിജീവിച്ചവർ നൂറ്റാണ്ടുകൾ നീണ്ട അന്ധകാര യുഗത്തിലേക്ക് പോവുകയായിരുന്നു. ചില ലിഖിത ഭാഷകളുടെ അപ്രത്യക്ഷമാവുകയും ഒരു കാലത്ത് ശക്തരായ രാജ്യങ്ങളെ മുട്ടുകുത്തിക്കുകയും ചെയ്തു. സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഖൈബർ പ്രദേശത്ത് വെങ്കലയുഗം നഗരം കണ്ടെത്തിയത് BC 2400 മുതൽ 1300 വരെയുള്ള കാലഘട്ടത്തിലേത് എന്ന് കരുതുന്ന അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ കണ്ടെത്തിയ വെങ്കലയുഗത്തിലെ ഈ നഗരത്തിന്റെ പേര് അൽ നതാഹ് എന്നാണ്. പ്ലോസ് 1 എന്ന പ്രശസ്ത ശാസ്ത്ര ജേണലാണ് ഈ പുരാതന നഗരത്തിന്റെ നാൾവഴികളിലേക്ക് വെളിച്ചം വീശുന്ന പഠനം പ്രസിദ്ധീകരിച്ചത്. ചരിത്രാതീത കാലത്തെ ശിലായുഗത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.